ഹായ് കൂട്ടുകാരെ, എന്താ വർത്താനം? സുഖല്ലേ? ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇന്നൊരു കല്യാണ വർക്ക് കിട്ടി. ഇന്ന് രാവിലെ ഷോപ്പിൽ പോയി ഇപ്പോഴും അത് 9:30 ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ കല്യാണ വർക്ക് കിട്ടിയാണ്. അപ്പോൾ അത് ആ സന്തോഷം കൊണ്ടോട് പറയാടിച്ച്. ഇപ്പോൾ അത് 9:30 കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി രാവിലെ വിളിച്ചിരിക്കുന്നു. പിന്നെ ഉണ്ട്, ഞങ്ങൾ വരാൻ ഇന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 മണിക്ക് വരുമെന്ന് പറഞ്ഞത്. 6 മണി വരെ കുത്തിരുന്ന് 6 മണി ആയിട്ട് വലിയ 7 മണിക്ക് വരില്ല. പിന്നെ അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബ്ലോക്ക് പെട്ടതാണ്, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മരുമോളെ മോളെ പോയി കൂട്ടിക്കൊണ്ടുവരണം, ഫറൂഖട്ടെ വീടാറ് പോയി കൂട്ടിക്കൊണ്ടുവരണം, ഓളായിട്ടാണ് വരണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ വരികയാണ് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് പെട്ടാണ് ഞങ്ങളുണ്ട്. അങ്ങനെ 7 കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് 8:30 ഓല് എടുത്തിയത്. അതുവരെ ഞങ്ങളുടെ ഷോപ്പ് കുത്തിരുന്നത് വെച്ചാൽ വണ്ടിക്ക് വരുന്നതല്ല. അപ്പോൾ അവർക്ക് ബ്ലോക്ക് പെട്ടതായിരിക്കും. അല്ലാണ്ട് ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് പോലും വരും അവിടേക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരാൻ കാരണം വെച്ചാൽ ഞങ്ങൾ തൊട്ടടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിരിക്കണം അവിടെ. ഹാൻഡ് വർക്കും കല്യാണപ്പെണ്ണിനുള്ള ഹാൻഡ് വർക്കും പിന്നെ സാരിൻ്റെയും ബ്ലൗസിന് ഫുള്ള് ഹാൻഡ് വർക്ക്, പിന്നെ ലെഹങ്കയ്ക്കൊക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്താണ് ഞങ്ങൾ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. കൊടുത്താണ് നമ്പർ വിളിച്ചതും ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓലോട് നിങ്ങൾ പിന്നെ വരുന്നോണ്ട് പറയാൻ പറ്റില്ല. ഓലെ കസ്റ്റമർ എന്താ പറഞ്ഞ സൈലൻസ് നിൽക്കണമല്ലോ. അപ്പോൾ അവരോട് അത് വെയിറ്റ് ചെയ്താണ് കുത്തിരുന്നത്. ചെറിയ മോളുണ്ട്, മോളെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ കുത്തിരുന്നത്. മോളെ കുട്ടിയുണ്ട് ഞങ്ങളുടെ കുത്തിൽ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് കുത്തിരുന്ന്. അപ്പോൾ വരുമ്പോൾ നേരം വൈകിക്കണം. അപ്പോൾ ഇവിടെ 9:30 പിന്നെ എത്തിയപ്പം പിന്നെ നല്ല കല്യാണ വർക്ക്, നല്ല ബ്ലൗസും ലെഹങ്ക എല്ലാ കാര്യങ്ങളും ഉണ്ട്. സന്തോഷമായി. എന്താ വെച്ചാൽ ഇപ്പോൾ കല്യാണ വർക്ക് കിട്ടിയപ്പോൾ സന്തോഷം. നമ്മൾ അടി കണ്ടിട്ടാണല്ലോ പിന്നെയും കൊണ്ടുത്തരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഒരാൾ അടിച്ചിട്ട് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അത് നിങ്ങളോട് പറയാൻ വിചാരിച്ചാണ്. പിന്നെ ഞങ്ങൾ എല്ലാം അടിക്കും കേട്ടോ. സാരീൻ്റെ ബ്ലൗസ്, ചുരിദാർ, ലെഹങ്ക, പിന്നെ ഈ എല്ലാ പല കട്ടിങ് മോഡലിൽ ചുരിദാർ എല്ലാം അടിക്കും. പാൻറ്റ് പോലെ എല്ലാ ലേഡീസിൻ്റെ എല്ലാ കാര്യങ്ങളും അടിക്കും. ഉടുപ്പ്, പിന്നെ പ്രിൻസ് കട്ട് ബ്ലൗസ് എല്ലാം അടിക്കും. അപ്പോൾ അത് പിന്നെ ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യും. എല്ലാം ഒന്നും വേണ്ടാറില്ല, എല്ലാം ഇത് ഞാൻ ചെയ്യും. പിന്നെ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാരിക്ക് സ്കാലപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് പറയാതിരിച്ചു വന്നതാണ്. ഇന്നലെ അങ്ങോട്ട് പറഞ്ഞല്ലോ കല്യാണം മഴയെ കൊണ്ട് പണിയൊന്നും ഇല്ല, പണി കുറവാണെന്നാണ് അറിയില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടായിരിക്കും എനിക്ക് കല്യാണ വർക്ക് കിട്ടിയത്. അപ്പോൾ അതിന് നിങ്ങളോട് പങ്കൊക്കെ അരിച്ചാണ്. പിന്നെ ഇന്നലെ അക്ഷയ പോകുന്നറിയില്ല. പക്ഷെ ഇന്നലെ അക്ഷയയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച പോകണമെന്ന്. പിന്നെ ശനിയാഴ്ച ലീവായിരിക്കുമല്ലോ. തിങ്കളാഴ്ച അക്ഷയ പോകണം. ഇന്ന് ആഗസ്റ്റ് 18 തീയതിയാണ് കല്യാണം. അപ്പോൾ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഒക്കെ ഹാൻഡ് വർക്ക് അതിനെക്കൊണ്ട് കുറച്ചൊരു മാസം മുന്നേ ഞങ്ങൾക്ക് കിട്ടണം ഡ്രസ്സ്. എന്നാലും ഹാൻഡ് വർക്ക് ചെയ്യേണ്ടില്ലേ. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. അതാണ് 1 മാസം 1.5 മാസം മുന്നേ. 1 മാസം ആകാനുള്ളൂ. 1.5 മാസമല്ല, ഒരു മാസം മുന്നെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടണം. കുറേ ബ്ലൗസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എന്നെക്കൊണ്ട്. അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക്. നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവില്ലേ. ഹാൻഡ് വർക്ക് അടിക്കണമല്ല, ഹാൻഡ് വർക്ക് കൈ കൊണ്ട് ഇങ്ങനെ തുന്നി എടുക്കേണ്ട കാര്യങ്ങളാണ്. എന്താ സുഖമല്ലേ? ഭക്ഷണം കഴിച്ചോ? പിന്നെ വന്ന് 9:30 കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചായ കാച്ചി കുടിച്ച് അമ്മയ്ക്ക് ഓട്സ് അടുപ്പത്ത് വെച്ച്. അപ്പോഴാണ് ഞാനായിരിക്കും അങ്ങോട്ടൊരു വോയിസ് ഇടാന്ന്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടായിരിക്കുമല്ലോ. ഇന്നലെ അങ്ങോട്ട് പറഞ്ഞല്ലേ. അപ്പോൾ അത് അങ്ങോട്ട് പറയാൻ വിചാരിച്ചാണ്. ബൈ.